ഹായ് ഫ്രണ്ട്സ്, ഇസാസ് വ്ളോഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മോര് കാച്ചിയതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പിടി പുളിയിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. ശേഷം നമുക്കിതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത്, ആദ്യം പിഴിഞ്ഞ് വെച്ച പുളിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് അത് ഇതിലേക്ക് ഒന്നുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 ഗ്ലാസ് അരിപ്പൊടിയിലേക്ക് 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ കട്ട കെട്ടിപ്പോകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വേറെ പാത്രത്തിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിലെ കട്ടയൊക്കെ ഒഴിവാക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഇനി തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുറി തേങ്ങ അരച്ചതാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചെറിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് കാരണത്താലാണ് ഞാനിവിടെ 2 മുറി തേങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കുക. വലിയ തേങ്ങയാണെങ്കിൽ 1 മുറി തേങ്ങ ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാൻ തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 4 ഇല്ലി കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഇത് ചൂടാവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം.
അതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനി വെള്ളം ആവശ്യമുള്ളവർക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചീരുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മോര് കാച്ചിയത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.